Dear students, today we are going to discuss about the last part in testing of hypothesis using chi-square test. You know, chi-square test can be used for testing goodness of fit, testing of independence and testing of homogeneity. In addition to this, chi-square test can also be used for testing the given population variance. Here, chi-square test is used to test whether there is any significant difference between sample variance and population variance, or whether there is any significant difference between sample standard deviation and population standard deviation. When we use chi-square test for testing given population variance or standard deviation, the most important condition to be noted is that the sample must be small. Small sample ആയിരിക്കണം എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക. chi-square ടെസ്റ്റ് പോപ്പുലേഷൻ വേരിയൻസ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി, പോപ്പുലേഷൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന സമയത്ത് സാമ്പിൾസ് എന്തായിരിക്കണം? സ്മോൾ സാമ്പിൾസ് ആയിരിക്കണം. എങ്ങനെയാണ് ഇവിടെ ഹൈപ്പോത്തിസിസ് സെറ്റ് ചെയ്യുന്നതെന്ന് നോക്കൂ. H0, there is no significant difference between population variance and sample variance. Population variance ഉം sample variance ഉം തമ്മിൽ significant difference ഒന്നും തന്നെ ഇല്ല. അല്ലെങ്കിൽ population standard deviation ഉം sample standard deviation ഉം തമ്മിൽ significant difference ഒന്നുമില്ല എന്ന് പറഞ്ഞാൽ പോപ്പുലേഷൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുന്നത് തന്നിട്ടുള്ള സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ തന്നെയാണ്. അല്ലെങ്കിൽ പോപ്പുലേഷൻ വേരിയൻസ് എന്ന് പറയുന്നത് ഗിവൺ വാല്യൂ ഓഫ് പോപ്പുലേഷൻ വേരിയൻസ് തന്നെയാണ്. H1, there is significant difference between population variance and sample variance, or there is significant difference between population standard deviation and sample standard deviation. ഇങ്ങനെ പോപ്പുലേഷൻ വേരിയൻസും പോപ്പുലേഷൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷനും മാറി മാറി പറയുന്നത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ നമുക്കറിയാം, വേരിയൻസ് എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ്റെ സ്ക്വയർ ആണല്ലോ. അതുകൊണ്ടാണ് അങ്ങനെ ഏത് രീതിയിലാണോ ക്വസ്റ്റ്യനിൽ നമ്മളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് ആ രീതിക്ക് അനുസരിച്ച് അതിനനുസരിച്ച് നമ്മൾ ഹൈപ്പോത്തിസിസ് നമുക്ക് സെറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ദി ഫോർമുല ഫോർ കമ്പ്യൂട്ടിംഗ് chi-square വാല്യൂ ഈസ് chi-square ഈസ് ഈക്വൽ ടു ns സ്ക്വയർ ഡിവൈഡഡ് ബൈ സിഗ്മ സ്ക്വയർ. സിഗ്മ സ്ക്വയർ എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സ്ക്വയർ. ഇവിടെ n എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാമ്പിൾ സൈസ് ആണ്, s എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാമ്പിൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷനാണ്. സാമ്പിൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാണുമ്പോൾ പ്രത്യേകമായിട്ട് കാണേണ്ടി വരികയാണെങ്കിൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാണേണ്ട ആവശ്യമില്ല. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ്റെ സ്ക്വയർ ആണ് ഇവിടെ. എസ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സ്ക്വയർ എന്ന സാമ്പിൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാമ്പിൾ വേരിയൻസ് ആണ്, സാമ്പിളിൻ്റെ വേരിയൻസ് ആണ്. അപ്പോൾ വേരിയൻസും കണ്ടുപിടിച്ചാൽ മതി. അതുപോലെ ഇവിടെ പോപ്പുലേഷൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സ്ക്വയർ എന്ന് പറഞ്ഞാൽ പോപ്പുലേഷൻ വേരിയൻസ് ആണ് ഇത് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, എസ് സ്ക്വയർ സാമ്പിൾ വേരിയൻസ്, സിഗ്മ സ്ക്വയർ പോപ്പുലേഷൻ വേരിയൻസ് ആണ്. ആൻഡ് വാട്ട് അബൌട്ട് ദി ഡിഗ്രി ഓഫ് ഫ്രീഡം? ഹിയർ ഡിഗ്രി ഓഫ് ഫ്രീഡം ഈസ് ഈക്വൽ ടു n-1, സാമ്പിൾ സൈസ് -1. ഇത്രയും കാര്യങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് ഒന്നറിഞ്ഞിരിക്കേണ്ടത്. വേറെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനൊന്നും തന്നെയില്ല, വെരി വെരി സിമ്പിൾ. അപ്പോൾ ആ ഫോർമുല ഒന്ന് ഓർത്ത് വെക്കണം. chi-square ഈസ് ഈക്വൽ ടു ns സ്ക്വയർ ഡിവൈഡഡ് ബൈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സ്ക്വയർ. അതായത് സാമ്പിൾ വേരിയൻസിനെ പോപ്പുലേഷൻ വേരിയൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്ത് n സാമ്പിൾ സൈസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഓക്കെ, അതാണ് ns സ്ക്വയർ ഡിവൈഡഡ് ബൈ സിഗ്മ സ്ക്വയർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്കൊന്ന് രണ്ട് പ്രോബ്ലംസ് ചെയ്ത് നോക്കാം. The standard deviation of a sample of 10 observation from a normal population was found to be 5. അപ്പോൾ ഇവിടെ സാമ്പിൾ സൈസ് 10 ആണ്. ആ 10 സാമ്പിൾ സൈസ് വരുന്ന ആ ഒരു സാമ്പിളിൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുന്നത് 5 ആണ്. Examine whether this is consistent with the hypothesis that the standard deviation of the population is 5.3. അപ്പോൾ ഈ ഒരു സാമ്പിൾ 5 സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ വന്നിട്ടുള്ള ഈ ഒരു 10 ഐറ്റം സാമ്പിൾ സൈസ് 10 വരുന്ന ഈ ഒരു സാമ്പിളിൻ്റെ സാമ്പിൾ ഡ്രോ ചെയ്തിട്ടുള്ള പോപ്പുലേഷൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 5.3 തന്നെയായിരിക്കുമോ എന്ന് ടെസ്റ്റ് ചെയ്യാനാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. അതായത് ഈ population standard deviation 5.3 ആണോ
തന്നിട്ടുള്ള പോപ്പുലേഷൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 5.3 ആണോ അത് ശരിയാണോ എന്ന് ടെസ്റ്റ് ചെയ്യുക ഈ സാമ്പിളിൻ്റെ സഹായത്തോടു കൂടി. സാമ്പിൾ സൈസ് 10 ആണ്, സാമ്പിൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 5 ആണ്. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഹൈപ്പോത്തിസിസ് സെറ്റ് ചെയ്യുമ്പോൾ H0 എങ്ങനെയാണ് സെറ്റ് ചെയ്യുക? ദർ ഈസ് നോ സിഗ്നിഫിക്കൻറ്റ് ഡിഫറൻസ് ബിറ്റ്വീൻ പോപ്പുലേഷൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആൻഡ് സാമ്പിൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. ഇവിടെ നമ്മൾ പോപ്പുലേഷൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷനും സാമ്പിൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷനും തമ്മിൽ സിഗ്നിഫിക്കൻറ്റ് ഡിഫറൻസ് ഇല്ല എന്നാണ് കൊടുത്തിരിക്കുന്നത്. എന്തുകൊണ്ടാണ്? ക്വസ്റ്റ്യനിൽ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എക്സാമിൻ വെദർ ദിസ് ഈസ് കൺസിസ്റ്റൻറ്റ് വിത്ത് ദി ഹൈപ്പോത്തിസിസ് ദാറ്റ് ദി സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് ദി പോപ്പുലേഷൻ ഈസ് 5.3. പോപ്പുലേഷൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 5.3 ആയിട്ട് ഇത് കൺസിസ്റ്റൻ്റ് ചെയ്യുന്നുണ്ടോ, ഈക്വൽ ആകുന്നുണ്ടോ, തുല്യമാകുന്നുണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യാണ്, വേരിയൻസ് അല്ല. അതുകൊണ്ടാണ് നമ്മളിവിടെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് കൊടുത്തിരിക്കുന്നത്. അതായത് H0 സിഗ്മ ഈസ് ഈക്വൽ ടു 5.3 എന്ന് പറഞ്ഞാൽ പോപ്പുലേഷൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 5.3 തന്നെയാണ്. H1 there is significant difference between population standard deviation and sample standard deviation. H1 population standard deviation not equal to 5.3. Okay, chi-square is equal to formula എന്താണ്? n square by divided by sigma square. n എത്രയുടെ 10 ആണ്. s എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാമ്പിൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ്. ഇവിടെ സാമ്പിൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ തന്നെ തന്നിരിക്കുന്നത്. അപ്പോൾ n 10, s 5 സ്ക്വയർ ഡിവൈഡഡ് ബൈ 5.3 സ്ക്വയർ, അതായത് പോപ്പുലേഷൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ കൈ സ്ക്വയർ വാല്യൂ 8.89 കിട്ടുന്നു. ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസിനെ പറ്റി ഒന്നും പറഞ്ഞില്ല. ടേക്ക് 5%. ഡിഗ്രീസ് ഓഫ് ഫ്രീഡം n-1, 10-1 ഈക്വൽ ടു 9. ഓക്കെ, അപ്പോൾ നമുക്ക് ടേബിൾ വാല്യൂ ആയിട്ട് ഇത് കമ്പയർ ചെയ്യണം. കാൽക്കുലേറ്റ് ചെയ്ത കൈ സ്ക്വയർ വാല്യൂ ടേബിൾ വാല്യൂ ആയിട്ട് കമ്പയർ ചെയ്യണം. ടേബിൾ വാല്യൂ ഓഫ് കൈ സ്ക്വയർ അറ്റ് 5% ലെവൽ ഓഫ് സിഗ്നിഫിക്കൻറ്റ് ആൻഡ് 9 ഡിഗ്രി ഓഫ് ഫ്രീഡം ഈസ് 16.919 ആണെന്ന് കാണാം. അപ്പോൾ കാൽക്കുലേറ്റഡ് വാല്യൂ ഈസ് ലെസ് ദാൻ ദി ടേബിൾ വാല്യൂ. സോ H0 ഈസ് ആക്സെപ്റ്റഡ്. H0 ആക്സെപ്റ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ നമ്മുടെ കൺക്ലൂഷൻ എന്താ? സോ വി മേ കൺക്ലൂഡ് ദാറ്റ് ദർ ഈസ് നോ സിഗ്നിഫിക്കൻറ്റ് ഡിഫറൻസ് ബിറ്റ്വീൻ population standard deviation and sample standard deviation. In other words, population standard deviation is 5.3. Population standard deviation 5.3 തന്നെയാണ്. ക്ലിയർ? വെരി സിമ്പിൾ. നമ്മൾ നേരത്തെ പഠിച്ച ഈ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുകയും അങ്ങനെയുള്ള പ്രോബ്ലംസ് ഒന്നും തന്നെ ഇവിടെ വരുന്നില്ല. അപ്പോൾ കൈ സ്ക്വയർ ടെസ്റ്റിൻ്റെ ഈ ഒരു നാലാമത്തെ ഒരു യൂസ് വളരെ സിമ്പിളായിട്ട് നമുക്ക് പ്രോബ്ലം ചെയ്യാൻ പറ്റുന്നതാണ്. പ്രത്യേകത ഒന്ന് ശ്രദ്ധിക്കുക. Another question, a sample of 20 observation gave a standard deviation of 3.72. അപ്പോൾ സാമ്പിൾ സൈസ് 20 ആണ്, അതിൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ് 3.72. This compatible with the hypothesis that the sample is from a normal population with variance 4.35. അപ്പോൾ ഇവിടെ ഈ സാമ്പിൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 3.72 വരുന്ന 20 സാമ്പിൾ സൈസ് വരുന്ന ഈ സാമ്പിൾ 4.35 വേരിയൻസ് വരുന്ന പോപ്പുലേഷനുമായിട്ട് യോജിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ആ പോപ്പുലേഷനിൽ നിന്ന് ഡ്രോ ചെയ്തതാണോ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ സാമ്പിൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷനും പോപ്പുലേഷൻ വേരിയൻസുമാണ് തന്നിരിക്കുന്നത്. ചോദിക്കുന്ന പോപ്പുലേഷൻ വേരിയൻസ് 4.35 വരുന്ന അതിൽ നിന്നാണ് ഡ്രോ ചെയ്തത്. അപ്പോൾ നമ്മൾ ഹൈപ്പോത്തിസിസ് സെറ്റ് ചെയ്യുന്നു ദർ ഈസ് നോ സിഗ്നിഫിക്കൻറ്റ് ഡിഫറൻസ് ബിറ്റ്വീൻ പോപ്പുലേഷൻ വേരിയൻസ് ആൻഡ് സാമ്പിൾ വേരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോപ്പുലേഷൻ വേരിയൻസ് ഈസ് ഈക്വൽ ടു 4.35. അതായത് സിഗ്മ സ്ക്വയർ എന്ന് എഴുതിയാൽ വേരിയൻസ് പോപ്പുലേഷൻ വേരിയൻസ് 4.35 തന്നെയാണ്. H1 there is significant difference between population variance and sample variance. H1 sigma square not equal to 4.35. Clear? Formula എന്തായിരുന്നു? chi square is equal to n square divided by standard deviation square, population standard deviation square. n 20 ആണ്, s square standard deviation sample standard deviation ആണ് ഇവിടെ തന്നത് 3.72 square divided by സിഗ്മ സ്ക്വയർ ആണ് വേണ്ടത്. ഇവിടെ തന്നിട്ടുള്ളത് പോപ്പുലേഷൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ അല്ല, പോപ്പുലേഷൻ വേരിയൻസ് തന്നെയാണ്. അതുകൊണ്ട് ഇത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സ്ക്വയർ ആണ് ഇവിടെ തന്നിരിക്കുന്ന വാല്യൂ. അതുകൊണ്ട് സിഗ്മ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 4.35 ആണ്, അല്ലാതെ 4.35 ഇനിയും സ്ക്വയർ ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ കൈ സ്ക്വയർ വാല്യൂ 63.63 ആണ് വരുന്നത്. 5% ലെവൽ ഓഫ് സിഗ്നിഫിക്കൻറ്റ്, ഡിഗ്രീസ് ഓഫ് ഫ്രീഡം 20 - 1 19 ആണ്. അപ്പോൾ ടേബിൾ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കുന്നു. ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് 30.144 ആണ്.
calculated value 63.63, table value 30.144. Calculated value is larger, greater than the table value. So H0 is rejected. We accept H1. That means we may conclude that the sample is not drawn from a normal population with a variance of 4.35. Okay. ഇപ്പോൾ ചെയ്ത രണ്ട് ക്വസ്റ്റ്യനും വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. ഇനി ഒന്നുകൂടെ അടുത്ത ഒരു ലെവൽ കൂടെ അതിൻ്റെ ഒരു ഡിഫിക്കൽറ്റി ലെവൽ അല്ലെങ്കിൽ ഒന്നുകൂടെ സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. വെയ്റ്റ് ഇൻ കിലോഗ്രാം ഓഫ് 10 സ്റ്റുഡൻസ് ആർ ഗിവൺ ബിലോ. 38, 40, 45, 53, 47, 43, 55, 48, 52 ആൻഡ് 49. ഓക്കെ. അപ്പോൾ ഇവിടെ 10 സ്റ്റുഡൻസിൻ്റെ വെയ്റ്റ്, കിലോഗ്രാമിലുള്ള വെയ്റ്റാണ് തന്നിരിക്കുന്നത്. ക്വസ്റ്റ്യൻ: ക്യാൻ വി സേ ദാറ്റ് വേരിയൻസ് ഓഫ് ദി ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വെയ്റ്റ്സ് ഓഫ് ഓൾ സ്റ്റുഡൻസ് ഫ്രം വിച്ച് ദി എബോവ് സാമ്പിൾ വാസ് ഡ്രോൺ ഈസ് ഈക്വൽ ടു 20 കിലോഗ്രാം. അപ്പോൾ ഈ 10 സ്റ്റുഡൻസിൻ്റെ വെയ്റ്റാണ് ഇവിടെ തന്നിരിക്കുന്നത്. അപ്പോൾ ഈ സ്റ്റുഡൻസ് 10 പേരെ സെലക്ട് ചെയ്തിരിക്കുന്നത് ഒരു പോപ്പുലേഷനിൽ നിന്നായിരിക്കുമല്ലോ. ആ പോപ്പുലേഷൻ്റെ വെയ്റ്റിൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുന്നത്, വേരിയൻസ് എന്ന് പറയുന്നത് 20 കിലോഗ്രാം ആയിരിക്കുമോ എന്നാണ് ചോദ്യം. ഓക്കെ. അപ്പോൾ പോപ്പുലേഷൻ വേരിയൻസ് 20 ആണ്. സാമ്പിൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷനോ സാമ്പിളിൻ്റെ വേരിയൻസോ തന്നിട്ടില്ല, പകരം സാമ്പിൾ വാല്യൂസ് ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ പോപ്പുലേഷൻ വേരിയൻസ് 20 ആണോ എന്ന് ടെസ്റ്റ് ചെയ്യാനാണ് നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ സാമ്പിൾ വേരിയൻസ് അല്ലേ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ സാമ്പിൾ വേരിയൻസ് ആദ്യം നമ്മൾ ഇവിടുന്ന് കണ്ടുപിടിക്കണം. സാമ്പിൾ വേരിയൻസ് കാണാനുള്ള ഫോർമുല എന്താ? സ്ക്വയർ റൂട്ട് ഓഫ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ്. ഇവിടെ വേരിയൻസ് കാണാനുള്ള ഫോർമുല എന്താ? സിഗ്മ എക്സ് മൈനസ് എക്സ് ബാർ ഹോൾ സ്ക്വയർ ബൈ എൻ എന്നാണ്. അല്ലെങ്കിൽ നമ്മൾ ഒന്നുകൂടെ സിംപ്ലിഫൈ ചെയ്താൽ ഈ ഫോർമുല നമുക്ക് ഇങ്ങനെ പറയും: സിഗ്മ സ്മോൾ എക്സ് സ്ക്വയർ ബൈ എൻ എന്ന് പറയാം. സ്മോൾ എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് മൈനസ് എക്സ് ബാർ തന്നെയാണ്. അപ്പോൾ സ്ക്വയർ റൂട്ട് ഓഫ് എന്നൊന്നും വേണ്ട. സ്ക്വയർ റൂട്ട് കാണുന്നത് എപ്പോഴാണ്? സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാണുമ്പോഴാണ്. വേരിയൻസ് എന്ന് പറഞ്ഞാൽ ആ സ്ക്വയർ റൂട്ട് ഒഴിവാക്കി, അത്രയേ ഉള്ളൂ. ഓക്കെ. അപ്പോൾ ഇവിടെ നമ്മൾ സാമ്പിൾ വേരിയൻസ് കണ്ടുപിടിക്കണം. ഈ ഫോർമുല ഉപയോഗിച്ച് നമുക്ക് സാമ്പിൾ വേരിയൻസ്, ഈ 10 വാല്യൂസിൻ്റെ സാമ്പിൾ വേരിയൻസ് നമുക്ക് കണ്ടുപിടിക്കാം. വേരിയൻസ് ഈക്വൽ ടു സിഗ്മ എക്സ് മൈനസ് എക്സ് ബാർ ഹോൾ സ്ക്വയർ ബൈ എൻ. എക്സ് വാല്യൂസ് തന്നിട്ടുള്ള 10 വെയ്റ്റാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ ടോട്ടൽ എടുത്താൽ 470 വരും. അപ്പോൾ എക്സ് ബാർ 470 ബൈ 10 47 ആണ് വരുന്നത്. എക്സ് മൈനസ് എക്സ് ബാർ എന്ന് പറഞ്ഞാൽ എക്സ് മൈനസ് 47 ആണ്. അപ്പോൾ 9. അപ്പോൾ എക്സ് മൈനസ് എക്സ് ബാർ കണ്ടുപിടിച്ചു. എക്സ് മൈനസ് എക്സ് ബാർ സ്ക്വയർ കണ്ടുപിടിച്ചു. അതിൻ്റെ ടോട്ടൽ എടുത്തപ്പോൾ 280 ആണ് വരുന്നത്. 280 ഡിവൈഡഡ് ബൈ എൻ. അപ്പോൾ വേരിയൻസ് ഇവിടെ വരുന്നത് 28 ആണ്. അപ്പോൾ സാമ്പിൾ വേരിയൻസ് 28 ആണ്. പോപ്പുലേഷൻ വേരിയൻസ് 20 ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ പോപ്പുലേഷൻ്റെ വേരിയൻസ് 20 തന്നെയാണോ സാമ്പിളിൻ്റെ വേരിയൻസ് 28 ആകുമ്പോൾ എന്നാണ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിരിക്കുന്നത്. ഇനി നമുക്ക് പോപ്പുലേഷൻ വേരിയൻസും സാമ്പിൾ വേരിയൻസും എന്നും അറിയാം. അതുകൊണ്ട് നമുക്ക് പോപ്പുലേഷൻ വേരിയൻസ് ഒന്ന് ടെസ്റ്റ് ചെയ്യാം. ഹൈപ്പോത്തിസിസ് സെറ്റ് ചെയ്തിരിക്കുന്നു. ദർ ഈസ് നോ സിഗ്നിഫിക്കൻറ്റ് ഡിഫറൻസ് ബിറ്റ്വീൻ പോപ്പുലേഷൻ വേരിയൻസ് ആൻഡ് സാമ്പിൾ വേരിയൻസ് എന്ന് പറഞ്ഞാൽ വേരിയൻസ് ഈക്വൽ ടു 20. H1, there is significant difference between population variance and sample variance, means variance not equal to 20. Chi-square value is equal to formula n square by sigma square is equal to n 10 ആണ്. 10 into s square എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാമ്പിൾ വേരിയൻസ് ആണ്. സാമ്പിൾ വേരിയൻസ് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് 28 ആണ്. ഇനി ഇത് സ്ക്വയർ ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് വേരിയൻസ് ആണ് കണ്ടുപിടിച്ചിരിക്കുന്നത്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ അല്ല. ഓക്കെ. ഡിവൈഡഡ് ബൈ പോപ്പുലേഷൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സ്ക്വയർ അല്ലെങ്കിൽ പോപ്പുലേഷൻ വേരിയൻസ്. പോപ്പുലേഷൻ വേരിയൻസ് 20 ആണ്. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 14 കിട്ടും. കൈ സ്ക്വയർ വാല്യൂ 14. ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് 5%. ഡിഗ്രീസ് ഓഫ് ഫ്രീഡം 9. Table value of chi-square at 5% level and 9 degree of freedom is 16.919. For calculated value is less than the table value. H0 is accepted. Our conclusion is that there is no significant difference between population variance and the sample variance. That means the population variance is 20 kilogram. Okay, clear? നമ്മൾ chi-square ടെസ്റ്റ് അവസാന ക്വസ്റ്റ്യനാണ് നമ്മളിപ്പോൾ ചെയ്തിരിക്കുന്നത്. chi-square ടെസ്റ്റിൻ്റെ എല്ലാ കാര്യങ്ങളും
നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് വിശ്വസിക്കുകയാണ്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ബാക്കി പോർഷൻസിലേക്ക് പോകാം. ഓക്കെ, താങ്ക് യു.